സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തീരാത്ത വേദനയും മായാത്ത കളങ്കവുമായി മണിപ്പൂർ മാറിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. ഈ സംഭവത്തിലെ ഒന്നാം പ്രതി സർക്കാരല്ലെന്ന് പറയാനാകുമോ? സ്വന്തം ആയുധപ്പുരയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ആയുധങ്ങളാണ് അക്രമികൾ ഉപയോഗിക്കുന്നത് എന്നത് ഏത് സർക്കാരിനാണ് ഭൂഷണമാകുന്നത്? ഈ ആയുധങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഒരു വർഷമായിട്ടും കഴിയാതിരുന്നത് ഭരണകർത്താക്കളുടെ കഴിവുകേടോ, നിസ്സംഗതയോ, അതോ അക്രമികൾക്ക് നൽകുന്ന പരോക്ഷ പിന്തുണയോ? കുക്കികളായാലും മെയ്തേകളായാലും അക്രമത്തിന് നേതൃത്വം നൽകുന്നവരെ തുറുങ്കിലടയ്ക്കണം. കൊള്ളയും കൊള്ളിവെപ്പും ബലാത്സംഗവും നടത്തുന്നവരുടെ മുന്നിൽ ഭയപ്പാടിന്റെയും കീഴടങ്ങലിന്റെയും ഒത്താശയുടെയും നയം സ്വീകരിക്കുന്ന പോലീസ് രാജ്യത്തിന് തന്നെ അപമാനമാണ്. അത്തരമൊരു സേനയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ അതിലേറെ ജനവിരുദ്ധരാണ്. മെയ്തേ കുക്കി കലാപത്തിന്റെ മറവിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗീയത വളർത്തി മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ മത ഭരണ തീവ്രവാദ നേതാക്കളാണ് മണിപ്പൂരിലെ യഥാർത്ഥ വില്ലന്മാർ. അവരെ നിലയ്ക്ക് നിർത്താതെ സമാധാനവും സുരക്ഷയും ഉണ്ടാകില്ല. അതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്തിടത്തോളം കാലം പ്രശ്നപരിഹാരം എളുപ്പമല്ല. സർക്കാരുകൾ മനസ്സുവെച്ചാൽ സമാധാനം അസാധ്യവുമല്ല.